സ്കൂളുകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 months ആവുകയാണ്. എന്നാൽ ഈ ഒരു 2 months നിങ്ങളുടെ സ്കൂളിലെടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മതിക്കാവോ? ഞാൻ അവിടുന്ന് എവിടെ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അടിപൊളിയായിട്ട് ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യെസ് ഓർ നോ എന്ന് താഴെ കമന്റ് ചെയ്യാം. എനിക്കറിയാം ഇതിൽ 90% കുട്ടികൾക്കും സ്കൂളിൽ എടുക്കുന്നുണ്ടാവും, ചാപ്റ്ററിന്റെ പേരൊക്കെ അറിയാൻ മതിയാവും. ഒന്നാമത്തെ ചാപ്റ്റർ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ടാവും, രണ്ടാമത്തെ ചാപ്റ്റർ എത്തിയപ്പോയി കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. ബിക്കോസ് നമ്മളുടെ എല്ലാവരുടെയും സ്കൂളിൽ NCERTന്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുകയാണ്, ടെക്സ്റ്റ് ബുക്ക് പാറ്റേൺ മാറിയിരിക്കുകയാണ്. അത് എങ്ങനെയാണോ അവർ ഇതുവരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത് അതുപോലെയല്ല ഇപ്പൊ ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡിലാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ ഒരു 8 and 9 അടിപൊളിയായിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നമാവുന്ന എവിടാന്നറിയോ? നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന 10th നിങ്ങളെ വലിയൊരു സ്വപ്നമല്ലേ, നിങ്ങൾക്ക് ഫുൾ A1 വാങ്ങണം എന്നുള്ള ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. ബിക്കോസ് ഈ ഒരു ക്ലാസ്സുകൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ 10th എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഫ്യൂച്ചറും കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് നിങ്ങളുടെ ഈ ഒരു ബാക്ക്ലോഗ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ എജ്യൂപോർട്ട് ഒരു ബാക്ക്ലോഗ് മാരത്തോണുമായിട്ട് വരികയാണ്. അതായത് ഒരുപാട് ദിവസമൊന്നും നിങ്ങളത് ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. ഈ 2 months എന്ന് പറയുമ്പോൾ ഏകദേശം 60 ദിവസമായി നിങ്ങൾ പഠിക്കുന്നു. ആ 60 ദിവസം പഠിച്ച കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചു തരാൻ പോകുന്നത് വെറും 7 ദിവസങ്ങൾ കൊണ്ടാണ്. 7 days സ്റ്റഡി ചലഞ്ച്. ഈ ഒരു 7 days സ്റ്റഡി ചലഞ്ച് പോകുന്നത് നമുക്ക് സ്റ്റഡി പ്ലാനുകൾ ഉണ്ടാവും, മാരത്തോൺ ലൈവുകൾ ഉണ്ടാവും, നമുക്ക് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ പറഞ്ഞു തരും, നോട്ട്സ് ഞങ്ങൾ തരും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ ആ ഒരു 7 days, ഞാൻ പറയുന്ന ഈ 7 days ഞാൻ കറക്റ്റ് ഡേറ്റ് പറഞ്ഞുതരാം. ആ ഡേറ്റ് ഇപ്പൊ തന്നെ നിങ്ങളുടെ നോട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. ആ ഒരു ഡേറ്റ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ബാക്കി എന്ത് വന്നോട്ടെ ഞാൻ ചെയ്യൂല, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു 7 days നിങ്ങൾ മാറ്റി വെക്കുക. ഇത്രയും കൊല്ലങ്ങളായിട്ടാ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമുക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ഒരു സമയം ചെലവാക്കാറില്ല. ബാക്കിയുള്ള ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് പോകാൻ, മറ്റൊരു സൽക്കാരത്തിന് പോകാൻ, ഇപ്പുറത്തെ കല്യാണത്തിന് പോകാൻ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 7 days ആണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ആ ഒരു 7 days നിങ്ങൾ ആ ഒരു 7 days കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ സ്കൂളിൽ എടുത്ത പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് ഒരു പുതിയ കുട്ടിയായിട്ട് നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഈ ഒരു 7 days ചലഞ്ച് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡേ അതായത് ജൂലൈ 22nd നമ്മുടെ ആദ്യത്തെ സ്റ്റഡി പ്ലാൻ വരുന്നത്. ജൂലൈ 22nd ഞങ്ങൾ ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് വരും. ആ ഒരു സ്റ്റഡി പ്ലാനിൽ ഞങ്ങൾ പറയും ഏതൊക്കെ ദിവസമായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവുക, ഏത് ടൈം മുതൽ ഏത് ടൈം വരെ ആയിരിക്കും, നോട്ട്സ് എവിടെ കിട്ടും, ഞങ്ങൾ ഇനിയിപ്പോ ക്വസ്റ്റ്യൻസ് എവിടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഒരു ജൂലൈ 22nd കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾ ഇതെന്ന് പറയുന്നത്, ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ആക്കാനാണ്. അപ്പൊ ഈ ഒരു ദിവസം നമ്മൾ കറക്റ്റ് എല്ലാവർക്കും നമ്മൾ ഓരോരുത്തർക്കായിട്ട് സ്വന്തം ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യും. ആ ടൈം ടേബിളിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ജൂലൈ 23rd to ജൂലൈ 28th വരെ ആയിരിക്കും നമ്മളുടെ മാരത്തോൺ ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്സേ സ്കൂള് അല്ല ഞായറാഴ്ച കല്യാണം, ഒന്നും പേടിക്കേണ്ട. സ്കൂൾ കഴിഞ്ഞിട്ട് 7:30 ആയിരിക്കും നമ്മളുടെ എന്നും ലൈവുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി 7:30 ലൈവ് മാത്രമല്ല കേട്ടോ, നമ്മളുടെ സ്റ്റഡി ഗ്രൂപ്പിലൂടെ നമ്മളുടെ നോട്ടുകൾ ഉണ്ടാവും, പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തരും. ഈ ഒരു ജൂലൈ 23rd to 28th നമ്മളുടെ ഈ ഒരു മാരത്തോൺ ലൈവ് നടക്കുക. അതിൻ്റെ ഇടയിൽ ഒരു സൺഡേ വരുന്നുണ്ട്, എനിക്കറിയാം. ആ സൺഡേ നിങ്ങൾക്ക് എന്തായാലും പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു സൺഡേ നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാൻ ഇതിൻ്റെ ഇടയിൽ സമയം തരാണ്. സോ ഇങ്ങനെയായിരിക്കും നമ്മളുടെ മാരത്തോൺ നടക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു 7 days ചലഞ്ചിന് നിങ്ങൾ റെഡി ആണെങ്കിൽ ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് താഴെ കമന്റ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമ്മളുടെ ഈ ഒരു ചാനലിൽ നമ്മളുടെ സ്റ്റഡി പ്ലാന്റെ ലൈവ് ലിങ്ക് ഞാൻ അപ്കമിങ്ങിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൈവിൽ പോയിട്ട് സ്റ്റഡി പ്ലാന്റെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, ഒന്ന് നോട്ടിഫൈ മീ ഓൺ ആക്കി വെക്കുക. കറക്റ്റ് 7:30 സ്റ്റഡി പ്ലാനിലേക്ക് വരിക. ഞാൻ നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. അതിന്റെ കൂടെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി എല്ലാ വർക്ക്സും നടക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ നിങ്ങളോട് പ്രിഫർ ചെയ്യുന്ന ഏത് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ലൈവിൽ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ സ്റ്റഡി ഗ്രൂപ്പിലൂടെ ആയിരിക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട്. ആ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ടുള്ള സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റഡി ഗ്രൂപ്പിലേക്കും വരാം. സോ നമുക്ക് ലൈവിൽ വെച്ച് കാണാം, മാരത്തോൺ ഉഷാറാക്കാം. ഇതുവരെ നമ്മൾ പഠിച്ചതൊക്കെ ഈ 7 days കൊണ്ട് തിരിച്ചു പിടിക്കാം. സോ മാരത്തോണിൽ വെച്ച് കാണുന്നവരെ ബൈ.